ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളേക്കാൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നത്, പഠിപ്പിച്ചു തന്നത് ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഈ ദുൽഹിജ്ജയുടെ 10 ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞതുപോലെ വൽ ഫജ്രി വലയാലിൻ അസ്ർ, ഫജ്റിനെ തന്നെ സത്യം, വലയാലിൻ അസ്ർ 10 ദിവസങ്ങളെ തന്നെ സത്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞതും മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഈ 10 ദിവസത്തെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു നല്ല കാര്യം, ഒരു അമലു സ്വാലിഹ ചെയ്യണമെന്നുണ്ടോ, അതേതൊരു നല്ല കാര്യമാകട്ടെ, അത് ചെയ്യാൻ ഏറ്റവും നല്ല ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഇനിയുള്ള ഈ 10 ദിവസങ്ങളാണെന്ന് ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അത്രയും ശ്രേഷ്ഠമാണ്. നമ്മളൊരാൾക്ക് സദഖ ചെയ്യാൻ, നമ്മളുടെ സക്കാത്തിന്റെ മൂല്യം നിർണ്ണയിച്ചുകൊണ്ട് അത് കൊടുക്കാൻ തീരുമാനിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും പവിത്രമായ ദിവസങ്ങളിൽ ഒരു ഖത്തം തീർക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ആ നന്മക്ക് പറ്റിയ ഏറ്റവും നല്ല സമയമാണ്, ഏറ്റവും നല്ല സന്ദർഭമാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ. അള്ളാഹു നമുക്ക് ചെയ്തൊരു അനുഗ്രഹമാണ്. ഹാജിമാരൊക്കെ കഅബാലയത്തിലേക്ക് പോവുകയാണ്. അവരവിടെ ദുആ ചെയ്യുമ്പോൾ അവരുടെ ദുആഇന്റെ ഭാഗമാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത്. നമ്മൾ അവർക്ക് വേണ്ടിയും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹജ്ജിന് പോയ ആളുകളെ മറന്നു പോവുകയല്ലല്ലോ വേണ്ടത്. മറഞ്ഞ ഇവിടെ ഇല്ലാത്ത അള്ളാഹുവിന്റെ ഹജ്ജിന് വേണ്ടി അള്ളാഹുവിന്റെ കഅബാലയം കരുതി പോയ ആളുകൾക്ക് വേണ്ടി ഓരോ സത്യവിശ്വാസിയും അവന്റെ നിസ്കാരത്തിലും നിസ്കാരമല്ലാത്ത സമയങ്ങളിലും സന്ദർഭങ്ങളിലും സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ ആ ഹജ്ജാജിമാർക്ക് വേണ്ടി, ഹജ്ജ് ചെയ്യാൻ പോയ ഹാജിമാർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഅബാലയത്തിന്റെ ചാരത്തിരുന്നു കൊണ്ട് ആ കഅബാലയം കൺകുളിർക്കെ കണ്ടുകൊണ്ട് അവർ നമുക്ക് വേണ്ടിയും ദുആ ചെയ്യുകയാണ്. അപ്പോഴാണ് അവരുടെ ഹജ്ജിന്റെ പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. ഇനിയൊരു വലിയ സമ്മേളനം നടക്കാനുണ്ട്. ആ സമ്മേളനത്തിൽ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, സത്യവിശ്വാസികൾക്ക് വേണ്ടി ദുആ ചെയ്യപ്പെടുമ്പോഴേ അവരുടെ ഹജ്ജ് അതിന്റെ പരിപൂർണതയിൽ എത്തുകയുള്ളൂ എന്ന് ചരിത്രത്തിൽ കൂടെയും ഹദീസുകളിൽ കൂടെയും നമ്മൾ പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ല സന്ദർഭമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളൊരു നന്മ കണ്ടെത്തണം. നമുക്കറിയാം, അതിലെ നന്മയിലെ ഏറ്റവും വലിയ നന്മയാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് ഉളുഹിയ്യത്ത് അറുക്കാൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്നും ചെയ്തു നോക്കണ്ടേ? നമുക്കെന്നെ കൊണ്ടത് കഴിയണ്ടേ? കഴിഞ്ഞ കുറച്ചെടുത്ത് കൊടുത്തവരുണ്ടാകാം. ഈ വർഷം കഴിഞ്ഞ വർഷം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വർഷം എന്നെങ്കിലും ഒരു തവണയെങ്കിലും നമ്മൾ ആ ഉളുഹിയ്യത്തിന്റെ ഭാഗമാകണ്ടേ? 10,000 രൂപയാണ് ഏറ്റവും കുറഞ്ഞത്. അതെങ്കിലും കൊടുത്തുകൊണ്ട് ആ ഉളുഹിയ്യത്തിന്റെ ഭാഗമാകാൻ നമുക്ക് കഴിയണം. നമ്മൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഒരു ദിക്റിന്റെ മജ്‌ലിസുകൾ, അല്ലെങ്കിൽ ഒരുപാട് ദിക്റുകൾ ചൊല്ലാൻ, അല്ലെങ്കിൽ ഒരു ഖത്തം ഈ ദിവസങ്ങളിൽ 10 ദിവസങ്ങളിൽ തീർക്കാൻ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമയായത് നമുക്ക് ചെയ്ത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഈ 10 ദിവസങ്ങളിൽ മാറ്റി വെക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.